ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജീവിതം കൊണ്ടും സ്നേഹം കൊണ്ടും സഹനം കൊണ്ടും കരുണ കൊണ്ടും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചവൻ്റെ പേരാണ് ക്രിസ്തു. രാജകീയ പരിവേഷങ്ങളൊന്നും പറയുവാനില്ല. എന്നാലും ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തിൽ രാജാവായി വസിക്കുന്നവൻ ക്രിസ്തു തന്നെയാണ്. ഈ ലോക ജീവിതം അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കുവാൻ, ആശ്വാസത്തിൻ്റെതായി രൂപപ്പെടുവാൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു. സ്വർഗം പോകുവാൻ ഭൂമി ജീവിതം എങ്ങനെ ആസ്വദിക്കണം, അനുഗ്രഹപൂരിതമാക്കണം എന്ന് കൃത്യമായി നിർവചിച്ചു, പഠിപ്പിച്ചു. സ്വന്തം ജീവിതം വഴി അത് കാണിച്ചു തന്നു. വെറും വാക്കുകൾ മാത്രമല്ല, വാക്കുകൾക്കതീതമായി പ്രവൃത്തി കൊണ്ട് സാധൂകരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിർവചനമാണ് ക്രിസ്തു. സഭ ഇന്ന് ശ്രേഷ്ഠമായ സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. വചനത്തിലൊരു ചോദ്യം അങ്ങനെ ആവർത്തിക്കപ്പെടുന്നുണ്ട്: നീ യഥാർത്ഥത്തിൽ രാജാവാകുന്നുവോ? ഓരോ മനുഷ്യരും ഉത്തരം പറയേണ്ട ഒരു ചോദ്യം പിലാത്തോസ് ചോദിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം നന്മകൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിൽ കടന്നുപോയൊരു മനുഷ്യൻ്റെ ത്യാഗമുണ്ട്, സ്നേഹമുണ്ട്, കരുതലുണ്ട്, കാരുണ്യമുണ്ട്. ഹൃദയത്തിൽ സ്ഥാനമുണ്ടാവുക എന്നുള്ളതാണ് സത്യത്തിൽ ഒരു മനുഷ്യനുണ്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം. സ്നേഹിക്കുന്നുവെന്ന് പറയുകയല്ല, സ്നേഹം വ്യക്തമാക്കി കൊടുക്കുകയാണ് ജീവിതം വഴി. സാധാരണ മനുഷ്യനെ അസാധാരണ മനോഭാവത്തോട് സ്നേഹിക്കാൻ പഠിക്കുന്നിടത്തേക്ക് ഒരു ക്രിസ്തു സ്നേഹമുണ്ടെന്ന് ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ഈ എളിയവരിൽ നിങ്ങളിത് ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പഠിപ്പിച്ചവൻ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗീയമായി വളരുവാൻ ഭൂമിയോളം താഴ്ന്നു ജീവിക്കേണ്ട മനുഷ്യരാണ്. രാജാവായി എന്ന് പറയുവാൻ ക്രിസ്തുവിന് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അത്താണിയാകുന്നു, അനുഗ്രഹമാകുന്നു, ആശ്വാസമാകുന്നു. പ്രതാപങ്ങൾ കൊണ്ടല്ല, അധികാരങ്ങൾ കൊണ്ടല്ല, അവൻ്റെ ചെങ്കോലിൻ്റെയോ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയുടെ പിൻബലത്തിലൊന്നും തന്നെയല്ല. താഴ്ന്നു ജീവിക്കുവാൻ, നന്മ ചെയ്ത് കടന്നു പോകുവാൻ, ആശ്വാസത്തിൻ്റെ ദ്രവ്യമായി രൂപപ്പെടുവാൻ, ഓരോ മക്കളുടെയും ജീവിത സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞവർക്ക് അനുഗ്രഹമാകുവാൻ സാധിക്കുന്നിടങ്ങളിലാണ് ഒരു രാജാവ് രൂപപ്പെടുന്നത്. മനുഷ്യനെ മനസ്സിലാക്കുന്നൊരു മനുഷ്യനായി മാറപ്പെടുന്നിടത്താണ് ഏറ്റവും വലിയ മഹത്വം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഓരോ ജീവിതവും അവൻ്റെ ചോരയുടെ വിലയാണ്. നമുക്ക് പകർന്നു തന്ന സ്നേഹത്തിൻ്റെ വിലയാണ്, കാരുണ്യത്തിൻ്റെ വിലയാണ്, കരുത്തിൻ്റെ വിലയാണത്. അതുകൊണ്ട് തന്നെ അവൻ്റെ രാജ്യം ഇന്നും നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഇവിടെയല്ല. സ്വർഗീയമായൊരു ചിന്തയും കാഴ്ചപ്പാടുമുള്ള മനുഷ്യരുണ്ടാവുന്നിടത്ത് സ്വർഗരാജ്യത്തിൻ്റെ തീഷ്ണതയും അതിൻ്റെ സ്വാന്തനവും അനുഭവേദ്യമാകുകയും ചെയ്യുന്നില്ലേ? ക്രിസ്തു രാജാവാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യരെ ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന, ഏറ്റവും നന്നായി അനുഗ്രഹിക്കുന്ന, ഏറ്റവും നന്നായി ആശ്വസിപ്പിക്കുന്ന, എല്ലാ അർത്ഥത്തിലും തിരിച്ചറിയുന്ന ഒരു ബന്ധങ്ങളുണ്ടാവുക എന്നത് തന്നെയാണ്. കടന്നുപോയ മന്നവരെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും മനസ്സിൽ സ്ഥാനം കൊടുത്ത് അലങ്കരിക്കുന്നവരല്ല നമ്മൾ. മൺമറഞ്ഞു പോയ ധീരരും പോരാളികളുമൊക്കെ ഇന്നും ഓർക്കപ്പെടാതെ പോകുന്നിടത്താണ് ഇതാ ജീവിതം വിട്ടു തന്ന് കുരിശിലൊരു സഹനബലിയായി മാറപ്പെട്ടവനെ നാം എത്ര സ്നേഹത്തോട്, എത്ര കരുതലോടെ, എത്രമാത്രം തീഷ്ണതയോടെ ഉൾക്കൊള്ളുന്നുണ്ട്. അവൻ്റെ രക്തം നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്നിടത്തോളം അത് നമുക്കെന്നും ജീവിക്കുവാനുള്ള തീഷ്ണതയാണ്. കാരണം പകർന്നു തന്നതും കനിഞ്ഞു തന്നതുമൊക്കെ അളവില്ലാത്ത സ്നേഹത്തിൻ്റെ തോതുകൾ മാത്രമാണ്. അതുതന്നെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴവും അനുഗ്രഹവും. സ്വർഗത്തിലേക്ക് വളരുവാൻ ഭൂമിയിൽ എത്രമാത്രം വിനീതമായി ജീവിച്ചു എന്നുള്ളതാണ് ഈ രാജാവിൻ്റെ പ്രത്യേകത. ജനിക്കുവാൻ ഇടമില്ലാതെ പോയവൻ്റെ ഒരു കഥയുണ്ട്. നടന്നു നീങ്ങുന്ന വഴികളിൽ തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങിയവൻ്റെ ചരിത്രമുണ്ട്. അതുപോലെ ഒരു പച്ചമാംസം ഇങ്ങനെ കൊത്തിക്കീറുവാൻ വിട്ടുകൊടുത്തവൻ്റെ സഹനത്തിൻ്റെ കഥകളുണ്ട്. കാരിരും പാണികൾ തിയഞ്ഞ് ശരീരത്തെ കീറിമുറിച്ച അനുഭവങ്ങൾ പറഞ്ഞു നൽകുന്നവൻ്റെ സ്നേഹമുണ്ട്. അതുപോലെ കൂർത്തുമൂർത്ത മുൾക്കിരീടം ആ ശിരത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ തെറിച്ചു വീണ രക്തത്തുള്ളികളുടെ ചരിത്രമുണ്ട്. പിടയുമ്പോഴും ആരെയും ശപിക്കാതെ കടന്നു പോകുന്നവൻ്റെ സ്നേഹമുണ്ട്. എല്ലാം പൂർത്തീകരിച്ചുവെന്ന് പറയുവാൻ സാധിച്ച യേശുവിൻ്റെ മനസ്സും സ്നേഹവും ഇന്നും രാജാവാണെന്ന് അംഗീകരിക്കുവാൻ.
കാരണം വിട്ടുകൊടുക്കുന്നവൻ്റെ പേരാണ് രാജാവ്, സ്നേഹിക്കുന്നവൻ്റെ പേരാണ് രാജാവ്, അനുഗ്രഹിക്കുന്നവൻ്റെ പേരാണ് രാജാവ്, അത്താണിയാകുന്നവൻ്റെ പേരാണ് രാജാവ്, എല്ലാവർക്കും എല്ലാമായി തീരുന്നവൻ്റെ പേരാണ് രാജാവ്. ക്രിസ്തുരാജൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ, നീണാൾ വാഴട്ടെ. ആമീൻ.